ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അല്ലു അർജുന നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ ദി റൂൾ എന്ന സിനിമയുടെ റിലീസ് സ്ഥിതിയിൽ ഇനി ഒരു മാറ്റവുമില്ല എന്ന് കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ തന്നെ പൊതുവേദിയിൽ അറിയിച്ചിരിക്കുകയാണ്. ഡിസംബർ 6-ാം തീയതിയാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള അടുത്ത പ്രധാനപ്പെട്ട സിനിമ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സെരിപ്പോദ ശനിവാരം എന്ന നാനി നായകനെ എത്തുന്ന സിനിമയാണ് ഓഗസ്റ്റ് 29-ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സൂര്യ സാറ്റർഡേ എന്ന പേരിൽ മലയാളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ കേരള പ്രൊമോഷനായിട്ട് കഴിഞ്ഞ ദിവസം നാനി കേരളത്തിലെത്തിയിരുന്നു. ഗോകുല മൂവീസ് ആണ് ചിത്രത്തിന്റെ കേരള വിതരണം സ്വന്തമാക്കിയിരിക്കുന്നത്. സൂര്യ നായകനെത്തുന്ന സൂര്യയുടെ 44-ാമത്തെ സിനിമയ്ക്ക് കേരളത്തിൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഷൂട്ടിംഗ് ഡേയ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 ദിവസത്തെ ചിത്രീകരണം മാത്രമേ കേരളത്തിൽ തൊടുപുഴയിലുള്ളൂ എന്നാണ് റിപ്പോർട്ട്. ഓഗസ്റ്റ് 25-നോ ഓഗസ്റ്റ് 26-നോ ആയിരിക്കും സിനിമയുടെ കേരള ഷെഡ്യൂൾ. സൂര്യ കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന തളപതി വിജയ് നായകനെ എത്തുന്ന സിനിമ സെപ്റ്റംബർ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. കഴിഞ്ഞ ദിവസം റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ 3 മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. 2 മണിക്കൂർ 59 മിനിറ്റാണ് സിനിമയുടെ ആകെ ദൈർഘ്യം. മേക്കിംഗ് വീഡിയോ അടക്കമുള്ള ദൈർഘ്യമാണിത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ബാഡ് ബോയ്സ് ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന റഹ്മാൻ നായകനെ എത്തുന്ന ഒമർ ലുലു സിനിമയാണല്ലോ. മലയാളത്തിൽ നിന്ന് വൻ താരനിര ഭാഗമാകുന്ന സിനിമയുടെ ടീസർ റിലീസ് നാളെയായിരിക്കും. നാളെ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ബാഡ് ബോയ്സ് ടീസർ റിലീസ് ചെയ്യുക. ഒട്ടനേകം കാമിയോ ഗസ്റ്റ് റോളുകൾ ഭാഗമായ സിനിമയുടെ ടീസർ കാണുവാനായിട്ട് കാത്തിരിക്കാം. രാജമൗലിയുടെ സംവിധാനത്തിൽ മഹേഷ് ബാബു നായകനെ എത്തുന്ന 2025-ൽ ചിത്രീകരണം ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണല്ലോ SSMB 29. ചിത്രത്തിൽ ലാലേട്ടൻ ഭാഗമാകുന്നുവെന്ന് കഴിഞ്ഞ വർഷം മുതലുള്ള റൂമറാണ്. ഇപ്പോഴത് ശരിവയ്ക്കുന്ന കുറച്ചധികം റിപ്പോർട്ടുകളാണ് ഇന്ന് തെലുഗു മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. വാർത്ത ശരിയാണെങ്കിൽ വമ്പൻ സിനിമയായിട്ട് വരാനിരിക്കുന്ന രാജമൗലി സിനിമയിൽ പൃഥ്വിരാജിനോടൊപ്പം മറ്റൊരു മലയാളി സാന്നിധ്യമായിട്ട് ലാലേട്ടൻ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. 2028-ലായിരിക്കും സിനിമയുടെ റിലീസ്. അവസാനത്തെ റിപ്പോർട്ട് അജയന്റെ 2-ാം മോഷണം എന്ന സിനിമയെക്കുറിച്ചാണ്. ടൊവിനോ നായകനെത്തുന്ന 3D സിനിമ ഈ വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ഇനിയും വലിയ ഹൈപ്പിലേക്ക് എത്തപ്പെടാത്ത ARM എന്ന സിനിമയുടെ ഒരു വമ്പൻ ട്രെയിലറാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നും ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ട്രെയിലർ റിലീസ് പ്രതീക്ഷിക്കാമെന്നൊരു റിപ്പോർട്ടാണ് ഇന്ന് ദിവസം വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ARM എന്ന പാൻ ഇന്ത്യൻ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.